ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി കുക്ക്. നമ്മൾ എന്തൊക്കെ പായസങ്ങൾ ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം സേമിയ പായസം തന്നെയാണ്. അപ്പോൾ നമുക്കിന്ന് സേമിയ പായസം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സേമിയ പായസം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1.25 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 125 ഗ്രാം വരും. ഇതിപ്പോൾ വറുത്ത സേമിയാണ്. നിങ്ങൾ വറുക്കാത്ത സേമിയാണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് സേമിയ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം പായസം ചെയ്യാനായിട്ട്. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റി വരണം. ഇവിടെ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചവ്വരി ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചവ്വരിയും സേമിയയും കൂടെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ സേമിയയും ചവ്വരിയും ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 2 ലിറ്റർ പാലിന് ഒരു 125 ഗ്രാം സേമിയ കറക്റ്റായിരിക്കും. 1 ലിറ്റർ പാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 3/4 കപ്പ് സേമിയ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പതുക്കെ വറ്റിച്ചെടുക്കാം. നിങ്ങളെടുക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ അത് പുറത്തേക്ക് ചാടിപ്പോവും. പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പായസം ഇവിടെ ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ വരുന്ന ഒന്ന് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഇത് പായസത്തിലേക്ക് വീണിട്ട് അവിടെ എവിടെയും കട്ടയായിട്ട് കിടക്കും. ഇപ്പോൾ പായസം ഇവിടെ നന്നായിട്ട് കുറുകി സേമിയയും ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു പാകം. സേമിയയും ചവ്വരിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കണം. പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചൂടാക്കുകയാണ്. ആദ്യം നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചേർത്തൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂനട്ട് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന കിസ്മിസ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കിസ്മിസ് കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുക്കിംഗ് മെത്തേഡ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.